കെവിൻ ചേട്ടാ, മനോരമയുടെ പുതിയ പോസ്റ്ററാണത്. അതായത് കുറച്ച് സമയങ്ങൾക്ക് മുൻപ് വന്നത്. ഇതിനകത്ത് കോട്ടയത്ത് ജയിക്കിന്റെ വാർഡിൽ LDF സ്ഥാനാർത്ഥിക്ക് 1 വോട്ട്, സത്യം എന്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്ററിന്റെ സൈഡിലുള്ള ഒരു ഫോട്ടോ വെച്ചിരിക്കുന്നത് നമ്മുടെ ചാനലിൽ ഉണ്ടായിരുന്ന ഒരു സർക്കാസ്റ്റിക് വീഡിയോന്റെ ഒരു പോർഷൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. അല്ല, ഹർഷ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഇവിടെ ചിരിച്ചർച്ചകൾ എന്ന പേരിൽ ഞാനും മേഘയും നമ്മുടെ ചീഫ് എഡിറ്ററായ രോഹിത്തും ഹർഷയും ഉൾപ്പെടെ, അതായത് എന്താണ്, ഇലക്ഷൻ കഴിയുന്ന മുറയ്ക്ക് തന്നെ ആദ്യഘട്ടം മുതൽ നിങ്ങൾ എന്നെ ഇരുത്തി സർക്കാസ്റ്റിക്കായിട്ട്, ഞാൻ CPM-കാരനെ സർക്കാസ്റ്റിക്കായിട്ട് സംസാരിക്കുന്ന വീഡിയോകൾ പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ട്. നോക്കൂ, ഈ വീഡിയോയുടെ അടിസ്ഥാനം എന്താണ്? ഇപ്പോൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അതിൽ കൃത്യമായി പറയുന്നുണ്ട്. അതിൽ പറയുന്ന പോലുമില്ല എന്താണ് ജയിക്കിന്റെ വാർഡിൽ കിട്ടിയ വോട്ട്. അതായത് ഇത് പ്രചരിപ്പിച്ചവർക്ക്, CPM ഹാൻഡിലുകൾക്ക്, ഇത് റീലായി കട്ട് ചെയ്തിട്ടവർക്ക് ഇത്തരത്തിൽ ഇത് സർക്കാസ്റ്റിക് ആണെന്നുള്ള കാര്യം മനസ്സിലായിട്ടില്ല. അല്ല, നമ്മൾ ആ വീഡിയോയുടെ ഫുൾ പോർഷൻ, ഇപ്പൊ എല്ലാം എഡിറ്റിംഗ് ആണ്, നമുക്കറിയാം. ഏതെങ്കിലും ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ ഒരു പോർഷൻ മാത്രം കട്ട് ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ അത് സ്വാഭാവികമായും അർത്ഥം മാറുമെന്നുള്ളതാണ്. ഈ ഒരു വീഡിയോയിലും നമ്മൾ തുടക്കം മുതലേ പറഞ്ഞു വരുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിന്റെ കൂടെ തന്നെ ആ ഒരു സമയത്ത് ട്രോളായി മാറിയ ഒരു പോർഷനായിരുന്നു ഈ പറഞ്ഞ LDF സ്ഥാനാർത്ഥിക്ക് 1 വോട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞുള്ളത്. അത് തന്നെ ആ ഒരു ചർച്ചയുടെ ഒരു പോർഷനാക്കി മാറ്റി ഞങ്ങൾ അതിന് സംസാരിച്ചു വന്നു. പിന്നീട് അത് തമാശ രൂപേണ പറഞ്ഞു പോവുകയും ആരെയും വ്യക്തിഹത്യ ചെയ്യാൻ താല്പര്യമില്ല എന്ന് എടുത്തു പറയുന്ന ഒരു പോർഷൻ കൂടി അതുമായി ബന്ധപ്പെട്ട് അടുത്ത 2 ചർച്ചകളിലും പറഞ്ഞിരുന്നു. അതായത് ഇതൊരു സർക്കാസ്റ്റിക് സാധനമാണ്, അതിനെ എടുത്ത് റീല് കട്ട് ചെയ്ത് പ്രചരിപ്പിച്ചോളൂ, ഒരു കുഴപ്പവുമില്ല. ചാനലിന്റെ വളർച്ചയാണ്, അതിനോടൊപ്പം ആൾക്കാരുടെ മുഖവും ഒക്കെ രജിസ്റ്റർ ചെയ്യുന്നതാണ്. അപ്പോൾ മനോരമ പോലൊരു സംവിധാനം ഇത്തരത്തിൽ ഒരു വാർത്ത പ്രചരിപ്പിക്കും. കൃത്യമായും പ്രചരിപ്പിച്ചവർക്ക് സർക്കാസം മനസ്സിലായില്ല. സർക്കാസം എന്താണെന്ന് സോഷ്യൽ മീഡിയയിലുള്ളവർക്ക് അറിയാം. ഇത് അറിയാത്ത കുറച്ച് ഇടതുപക്ഷ സൈബർ സഖാക്കൾ ഇത് പ്രചരിപ്പിച്ചു, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായി UDF-ന്റെ ആൾക്കാർ ഇത് പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പല ഗ്രൂപ്പുകളിലും പല ഇൻസ്റ്റാഗ്രാമിന്റെ പേജുകളിലും കണ്ടു. ഇത് ഏറ്റുപിടിക്കാൻ പത്രമുത്തശ്ശി അല്ലെങ്കിൽ ഇത്രയും പാരമ്പര്യമുള്ള മനോരമ പോലെ, മനോരമയുടെ ഓൺലൈൻ പോലെ, മനോരമ ന്യൂസ് പോലെ ഏതെങ്കിലും തരത്തിൽ ഇത് സർക്കാസമാണെന്ന് അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ജെൻസി കുട്ടിയെടുത്ത് ചോദിച്ചാൽ അത് പറഞ്ഞു തരും ഇത് സർക്കാസമാണെന്ന്, അല്ലെങ്കിൽ ഇത് ട്രോൾ മെറ്റീരിയൽ ആണെന്ന്. അല്ലാതെ അത് ഉടനെ എടുത്ത് ന്യൂസ് കാർഡുകളുടെ കാലമാണല്ലോ. തുമ്മിയാൽ ന്യൂസ് കാർഡ്, ചരിഞ്ഞാൽ ന്യൂസ് കാർഡ്, കിടന്നാൽ ന്യൂസ് കാർഡ്, അത്തരത്തിലൊരു ഫോട്ടോ, നമ്മളുടെ ഫോട്ടോ വരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ 2 മാധ്യമപ്രവർത്തകരുടെ ഫോട്ടോ വരുന്നില്ല. ഈ സർക്കാസം എന്താണെന്ന് അറിയാത്ത മനോരമയ്ക്ക് ഇക്കാലം, അതായത് ഇവര് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ തന്നെ മെസ്സിക്ക് ഇഷ്ടപ്പെട്ടത് പുട്ട്, അല്ലെങ്കിൽ കോഹ്ലി ഇവിടെ വരുന്നത് കഴിക്കുന്നത് എന്താണ് തമ്പുരാൻ ചേട്ടന്റെ വിളയിലെ കപ്പ എന്നൊക്കെ പറയുന്ന മനോരമ, ഇവിടെ റൂട്ട് മാപ്പ് വരയ്ക്കുന്ന മനോരമ ഇത്തരത്തിൽ സർക്കാസ്റ്റിക് ആയിട്ടൊരു സാധനം, അതായത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പോസ്റ്റ് ഇറക്കുമ്പോൾ അതിന്റെ പിന്നിലെ പൂർണ്ണമായ ഭാഗം എന്താണെന്ന് കേൾക്കാതെ, അല്ലെങ്കിൽ അതിന് പിന്നാലെ വന്ന ആ ഒരു ചാനലിന്റെ കാര്യങ്ങൾ, ഇപ്പം ആ ഒരു വീഡിയോന്റെ ഒരു വശത്ത് ഞാനാണ് ഇരിക്കുന്നത്, അതിന് എന്റെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്നത് രോഹിത്തേട്ടൻ. അപ്പൊ ഞങ്ങൾ സംസാരിക്കുമ്പോൾ അതിന് മുൻപും പിൻപും ഉള്ളത് കേൾക്കുക പോലും ചെയ്യാതെ ഈ പ്രചരിക്കുന്ന റീല് കണ്ടുകൊണ്ട് മാത്രം ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇടുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ചാനലിനെ, നേഷൻ ഫസ്റ്റ് എന്ന് പറയുന്ന ചാനലിനെ അത് അപകീർത്തിപ്പെടുത്തുന്ന ഒരു രീതിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ട്രൂ ആണോ ഫോൾസ് ആണെന്ന് പറഞ്ഞ ജനങ്ങൾക്കിടയിലേക്ക് അത് എത്തിക്കുമ്പോൾ സ്വാഭാവികമായും അതിന്റെ സത്യസന്ധത ചാനൽ കൂടി നോക്കണം. അതാണ് പറഞ്ഞു വരുന്നത്. അതായത് മനോരമ ഇപ്പൊ പല ന്യൂസ് കാർഡുകളും FB-യിലൊക്കെ കാണുമ്പോൾ, നമ്മൾ മനോരമയുടെ പല കാർഡുകൾ കാണുമ്പോൾ അതിന് താഴെ കമന്റ് ആയിട്ട് വരുന്നുണ്ട്, ഇവർ കഞ്ചാവ് കൂട്ടിയിട്ട് വലിച്ചിട്ടാണോ ഇത്തരം കാർഡുകൾ രാത്രി സമയങ്ങളിൽ പബ്ലിഷ് ചെയ്യുന്നത്, ഇവരിടുന്ന കാർഡും ഇവരിടുന്ന പോസ്റ്റുമായി, ഇവരിടുന്ന ക്യാപ്ഷനുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലാത്ത, ഇത് ആരെ പറ്റിക്കാനാണ്? ഇത് ജനങ്ങളെല്ലാവരും ഇപ്പോൾ മാസ്സായിട്ട് കമന്റ് ബോക്സിലേക്ക് ഇരച്ചു കയറുമ്പോൾ അവർ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, തെറ്റിപ്പോയതാണെന്ന്. ഇത് ഇവരുടെ മാർക്കറ്റിംഗ് തന്ത്രമാണ്, അവരുടെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് തന്ത്രമാണ്. ഒന്ന് പേജ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഒന്ന് റീച്ച് കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇതേപോലെ പുട്ടിന് പീര പോലെ ഇതേപോലെ സാധനം എടുത്തു കൊടുക്കുമ്പോൾ വിമർശിക്കുന്നതിന്റെ ഭാഗമായി ഇവരെല്ലാവരും കൂടെ ആ കമന്റ് ബോക്സിലേക്ക് ഇരച്ചു കയറുകയും ആ പോസ്റ്റ് വൈറലാകുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ മനോരമ ഇത് ആദ്യമായിട്ടല്ല ചെയ്യുന്നത്, മനോരമയ്ക്ക് കൃത്യമായി ഇത് അറിഞ്ഞുകൊള്ളുന്നുണ്ടല്ല. എന്തുകൊണ്ട് ഇപ്പോൾ ജയിക്കിനെ വെളുപ്പിക്കാൻ നോക്കുന്നു എന്നുള്ളതൊന്നും നമ്മുടെ വിഷയമല്ല. കൃത്യമായി കാര്യം പറഞ്ഞാൽ ഇത് എന്താണ്, സർക്കാസ്റ്റിക് ആയിട്ടുള്ള പോസ്റ്റാണ്, സർക്കാസ്റ്റിക് ആയിട്ടുള്ള പരാമർശമാണ് എന്ന് പല വീഡിയോകളിലായി മാറിയും തിരിഞ്ഞും ചീഫ് എഡിറ്റർ രോഹിത് പറയുന്നുണ്ട്. അപ്പോൾ ഇത് പ്രചരിപ്പിച്ചോട്ടെ. ഇപ്പോൾ എത്രയോ വീഡിയോകൾ, നമ്മൾ ചെയ്യുന്ന എത്രയോ വീഡിയോകൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ മെസ്സിയെ പറ്റി ചെയ്ത വീഡിയോ, അത് അതിന്റെ താഴേക്ക് വന്ന് പലരും ചോദിച്ചു FIR ഉണ്ടോ, സർക്കാസ്റ്റിക് ആണെന്ന് മനസ്സിലാവാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇവർക്കും സർക്കാസ്റ്റിക് ആയിട്ടുള്ള പ്രോഗ്രാമുകളില്ലേ, ഇഷ്ടംപോലെ പ്രോഗ്രാമില്ലേ. പ്രോഗ്രാം ഞാൻ തിരുവാ പോലുള്ള ഇഷ്ടംപോലെ പ്രോഗ്രാമുകളുള്ള ഒരു ചാനലാണ് മനോരമ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ പ്രൊഡ്യൂസറെയോ അതിന്റെ ഡയറക്ടറെയോ അതിന്റെ സ്ക്രിപ്റ്റ് എഴുതുന്ന ആൾക്കാരെയോ ആരെങ്കിലും ഇതൊന്ന് കാണിച്ചിരുന്നെങ്കിൽ ഈ പറഞ്ഞ പരാമർശം സർക്കാസ്റ്റിക് ആണ്, അല്ലെങ്കിൽ ഇതൊരു ആക്ഷേപഹാസ്യമാണ് എന്ന നിലയ്ക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നതിന് മുമ്പ് നോക്കൂ, ഇത് പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളായിരിക്കും. മനോരമ ഓൺലൈൻ ചെയ്യുന്നത്, മനോരമ
TV-യോ അല്ലെങ്കിൽ മനോരമ ന്യൂസോ അല്ലെങ്കിൽ മനോരമ പത്രമോ ഉണ്ടാവില്ല. അവർക്ക് എന്താണ് കണ്ടന്റ് പുഷ് ചെയ്യുന്നതിന്റെ ഭാഗമായി ഇത്തരത്തിലൊരു സാധനം എന്താണ് വൈറൽ ട്രെൻഡ്സ് എന്ന നില ഇത്തരത്തിലൊരു സാധനം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കടന്ന് കറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതെടുത്ത് അവർ ഉടനെ ഒരു ന്യൂസ് കാർഡിലേക്ക് വെക്കുകയും വാർത്തയാക്കുകയും ചെയ്യും. പെട്ടെന്ന് സുഹൃത്തുക്കൾ നമുക്ക് അയച്ചു തന്നപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. നോക്കിയപ്പോൾ ഒരു സൈഡിൽ രോഹിത് ഒരു സൈഡിൽ ഹർഷയും. കഴിഞ്ഞ 2 ദിവസങ്ങളായി ഇതിനെപ്പറ്റി പല ട്രോളുകളും പല സൈബർ പേജുകളിലും ഒക്കെ വരുന്ന കാണുന്നത്. UDF-കാർ ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വീണ് കിട്ടിയ UDF-കാർക്ക് ഇത് സർക്കാസ്റ്റിക് ആണെന്ന് മനസ്സിലായിട്ടില്ല. ഇത് പ്രചരിപ്പിക്കുന്നവർക്ക് ഇത് സർക്കാസ്റ്റിക് ആണെന്ന് മനസ്സിലായിട്ടില്ല. ഇതൊരു ട്രോൾ മെറ്റീരിയൽ ആണെന്ന്. ഇത് വരുന്നതിന് മുമ്പ് ഇത് നമ്മൾ ട്രോൾ മെറ്റീരിയൽ ആയിട്ട് നമ്മളൊക്കെ ഡിജിറ്റൽ മീഡിയ ആണ്. പല കാര്യങ്ങളിലും ഞാൻ ഉൾപ്പെടെ, ഹർഷ ഉൾപ്പെടെ, മേഘ ഉൾപ്പെടെ, അല്ലെങ്കിൽ ഇവിടെ ചർച്ച എടുക്കുന്ന ഉൾപ്പെടെ ഉള്ളവർ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങൾ കോട്ട് ചെയ്യാറില്ലേ? കോട്ട് ചെയ്യുന്നതിന് ഈ നമ്മൾ ഈ ജയിക്കിന്റെ കാര്യം, അതായത് ജയിക്കിന്റെ വാർഡിൽ ഒരു വോട്ടാണ് വന്നത് എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ നടത്തിയിരുന്നു. ഇതൊന്നും മനോരമ കാണുന്നില്ല. ഇത്തരത്തിലൊരു വീഡിയോ പുറത്തേക്ക് വരുമ്പോൾ ഇതിനേക്കാളും വലിയ തരത്തിലുള്ള പോസ്റ്റുകൾ അല്ലെങ്കിൽ വീഡിയോകൾ അപഹസിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് ജയിക്കിനെ അപ്പോഴൊന്നും നോവാത്ത മനോരമയ്ക്ക് കൃത്യമായി ഇത് കണ്ടെത്തിയിട്ട എല്ലാവർക്കും നല്ല നമസ്കാരം ഉണ്ടെന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയൂ. മറ്റൊരു കാര്യം നോക്കൂ, അബദ്ധം പറ്റാത്തവരാണോ ഇവിടെ എല്ലാവരും? നമുക്ക് അബദ്ധം പറ്റി നമ്മൾ ഒരിക്കലും പറയുന്നില്ല. കൃത്യമായ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എടുത്തുകൊണ്ട് നേഷൻ ഫസ്റ്റ് പറയുന്നു, അല്ലെങ്കിൽ നേഷൻ ഫസ്റ്റിന്റെ ടീം പറയുന്നു അതൊരു സർക്കാസ്റ്റിക് ആണ്. സർക്കാസ്റ്റിക് നമ്മുടെ മുൻ ചർച്ചകൾ എടുത്തു നോക്കൂ, ഞാനും മേഘയുമായി ചെയ്ത ചർച്ചകൾ എടുത്തു നോക്കൂ. സീരിയസ് ചർച്ചകൾ നമ്മൾ നടുഭാഗത്ത് വെച്ച് പലപ്പോഴും അതിന്റെ ഒരു അതാണ് ട്രെൻഡ്. ഇപ്പോൾ അടുപ്പുകൂട്ടി ചർച്ചകളും മീറ്റ് ദ എഡിറ്റേഴ്സ് നടക്കുമ്പോൾ ഇവിടുത്തെ ഓൺലൈൻ ദൃശ്യ മാധ്യമങ്ങൾക്ക് എന്താ ട്രെൻഡ് കൊണ്ടുവന്നൂടെ? സർക്കാസ്റ്റിക് ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അവരെഴുതി വെച്ചേക്കുന്ന ലിഖിതമായ നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളൊരു സാഹചര്യമുണ്ടോ? അപ്പോൾ ഇത് മനസ്സിലാകാൻ പറ്റാത്ത അവിടെ സർക്കാസം എന്താണ്, ആക്ഷേപഹാസ്യം എന്താണ്, സറ്റയർ എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കൂട്ടം വ്യക്തികളെ പണിക്കെടുക്കുക, അല്ലെങ്കിൽ പണി അറിയാവുന്നവരെ ഇത് ഏൽപ്പിച്ചതിന് ശേഷം മാത്രം ഇത്തരം ന്യൂസ് കാർഡുകൾ അടിച്ചിറക്കുക. ഇത് പ്രചരിപ്പിക്കുന്നതുകൊണ്ട് യാതൊരുവിധ കോട്ടവും ഇതിൽ സംഭവിക്കാൻ പോകുന്നില്ല. മനോരമയ്ക്ക് ഇത് മനസ്സിലായിട്ടില്ല. മനോരമ ഓൺലൈൻ ഇത് മനസ്സിലായിട്ടില്ല. ഉത്തരവാദിത്തത്തോടുകൂടി പറയുന്നു, ഇത് മനോരമ ഓൺലൈന് ഇത് മനസ്സിലായിട്ടില്ല. ഇത് പ്രചരിപ്പിക്കാൻ UDF ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടമായ വിഷയത്തിൽ ബന്ധപ്പെട്ട് ഇവിടുത്തെ പല മാധ്യമ പ്രവർത്തകരുടെയും പഴയ വീഡിയോകൾ, പഴയ ചാനലുകളിലെ വീഡിയോകൾ അതെ ഇവിടുത്തെ ഇടതുപക്ഷ സൈബർ ഹാൻഡിലുകൾ വലിയൊരു രീതിയിൽ പ്രചരിപ്പിച്ചു. അതിലൊന്നും കഴമ്പില്ല എന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾക്കെല്ലാം തന്നെ അറിയാം. അപ്പോ അതേപോലെ തന്നെ എത്രയോ കാര്യങ്ങളിൽ ഇവിടുത്തെ പല സർക്കാസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ പല പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു കാര്യം മാത്രം എടുത്ത് രക്ഷപ്പെട്ടു. വേറൊരു കാര്യം പറയട്ടെ, മനോരമ ഓൺലൈൻ പോലൊരു സംവിധാനമൊക്കെ നേഷൻ ഫസ്റ്റ് ശ്രദ്ധിക്കുന്നു, അല്ലെങ്കിൽ നേഷൻ ഫസ്റ്റിന്റെ റീലിന്റെ പുറകെ വരുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഒരു വളർച്ചയായിട്ട് മാത്രമേ ഈ ഘട്ടത്തിൽ കാണാൻ കഴിയൂ. അവസാനമായി അവസാനിപ്പിക്കുമ്പോൾ ഇത് സർക്കാസ്റ്റിക് ആണെന്ന് ഇത് പ്രചരിപ്പിക്കുന്ന UDF-കാര് മനസ്സിലാക്കുക. ഇത് നിങ്ങൾ ആയുധമായി ഉപയോഗിച്ചോളൂ, അതിന് യാതൊരുവിധ മടിയുമില്ല, അത് നിങ്ങളുടെ അവകാശം. രണ്ടാമത്, ഇത് പ്രചരിപ്പിച്ച് കാർഡുകളാക്കുന്ന ഇവിടുത്തെ മുഖ്യധാര ചാനലുകളും പത്രങ്ങളും എല്ലാം തന്നെ കരുതും ഇത് സർക്കാസ്റ്റിക് ആണോ അല്ലയോ എന്ന് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നേഷൻ ഫസ്റ്റ് ഏത് പാറ്റേണിലാണ് വീഡിയോകൾ സമീപിക്കുക എന്നുള്ളതിനെ പറ്റി മനസ്സിലാക്കുക. അപ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ അവിടെ തലമുതിർന്ന വലിയ വസന്തങ്ങളിരിക്കുന്ന ഡെസ്കുകളാണെങ്കിൽ അവർ ചെയ്യേണ്ടത് സർക്കാസം എന്തെന്നറിയുന്ന, കോമഡികൾ എന്തെന്നറിയുന്ന, ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലും ഈ ട്രെൻഡുകൾ മാറി മറയുന്ന നോക്കുന്ന ഇത്തരത്തിലുള്ള പിള്ളേരെ കാണിക്കാൻ ശ്രമിക്കുക എന്നത് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാനാകൂ. ഹർഷയും രോഹിത്തും മനോരമയുടെ ന്യൂസ് കാർഡിൽ വന്നതിന് അഭിനന്ദനങ്ങൾ.